നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബൈനറി ഓപ്പറേഷൻസിന്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ഐഡന്റിറ്റി, ഇൻവേഴ്സ്, ഈ 4 കാര്യങ്ങളെ കുറിച്ചാണ്. ബൈനറി ഓപ്പറേഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണിത്. കമ്മ്യൂട്ടേറ്റിവിറ്റി, ഒരു ബൈനറി ഓപ്പറേഷൻ എപ്പോഴാണ് കമ്മ്യൂട്ടേറ്റീവ് ആവുക? കമ്മ്യൂട്ടേറ്റീവ് ആവാനുള്ള ക്രൈറ്റീരിയയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും ഈക്വൽ ആണെങ്കിൽ ബൈനറി ഓപ്പറേഷൻ എന്ത് പറയാം? കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. ഇപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അഡീഷൻ എന്ന ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയാൽ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി അസോസിയേറ്റിവിറ്റി എപ്പോഴാണ് പറയാം? എ സ്റ്റാർ ബി സ്റ്റാർ സി, അതായത് ബി 3 എണ്ണം വന്നാൽ ആദ്യം 2 ആൾ ചെയ്യണമല്ലോ. അപ്പോൾ ബി സ്റ്റാർ സി ചെയ്ത് എ സ്റ്റാർ കണ്ടു കഴിഞ്ഞാലോ എ സ്റ്റാർ ബി ചെയ്തിട്ട് പിന്നെ സി കൊണ്ട് സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ ബൈനറി ഓപ്പറേഷൻ ചെയ്താലോ ആൻസർ സെയിം ആയിരിക്കും എങ്കിൽ അത് അസോസിയേറ്റീവ് ആണ്. അതേപോലെ തന്നെ ഐഡന്റിറ്റി എന്ന കൺസെപ്റ്റ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ മറ്റൊരു എലമെന്റുമായിട്ട് ബൈനറി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിന്റെ ഫൈനൽ ആൻസർ ആദ്യം എടുത്ത എലമെന്റ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ്? ആ ചെയ്ത എലമെന്റ്, രണ്ടാമത് അതുമായിട്ട് ബൈനറി ഓപ്പറേഷൻ ചെയ്ത ആ എലമെന്റിനെ നമ്മൾ എന്ത് പറയും? ഇതിന്റെ ഐഡന്റിറ്റി ആണെന്ന് പറയും. അതായത് there exists an E belongs to A. There exists an E belongs to A such that A star E is equal to A equal to E star A. A star E കണ്ടപ്പോഴും E star A കണ്ടപ്പോഴും നമുക്ക് A തന്നെ കിട്ടുകയാണെങ്കിൽ then this E is called identity. അങ്ങനെയാണെങ്കിൽ ഈ ഈനെ പറയുന്ന പേരാണ് എന്ത്? ഐഡന്റിറ്റി എന്ന്. അതേപോലെ തന്നെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു എലമെന്റിനെ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതേ എലമെന്റ് കിട്ടുകയാണെങ്കിൽ ആ രണ്ടാമത് ചെയ്യുന്ന എലമെന്റിനാണ് നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയാം. ഇനി ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എലമെന്റിനെ മറ്റൊരു എലമെന്റുമായിട്ട് ഒരു ബൈനറി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി എലമെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത് ചെയ്ത എലമെന്റിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻവേഴ്സ് എന്ന്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഫോർ എ ബിലോങ്സ് ടു എ ദർ എക്സിസ്റ്റ് എ ബി ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി സ്റ്റാർ എ ദെൻ ബി ഈസ് കോൾഡ് ഇൻവേഴ്സ് ഓഫ് എ. ഈ ബീനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻവേഴ്സ് എന്നുള്ളത്. എ സ്റ്റാർ ബി ചെയ്താലും ബി സ്റ്റാർ എ ചെയ്താലും ഇ കിട്ടുന്നുണ്ടെങ്കിൽ ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഐഡന്റിറ്റി എലമെന്റ് ആണ്. അപ്പോൾ എ സ്റ്റാർ ബി ചെയ്താലും ബി സ്റ്റാർ എ ചെയ്താലും ഇ ആണ് കിട്ടുന്നതെങ്കിൽ ബീനെ പറയുന്ന പേരെന്താണ്? ഇൻവേഴ്സ് എന്നാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഫോർ ഈച്ച് ഓപ്പറേഷൻ ഗിവൺ ബിലോ ഡിറ്റർമിൻ വെദർ സ്റ്റാർ ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് ഓർ അസോസിയേറ്റീവ്. ഈ തന്ന ഓപ്പറേഷൻ എല്ലാം സ്റ്റാർ അഥവാ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ നോക്കണം. നോക്കൂ, ഫസ്റ്റ് ഓൺ സെഡ് എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇത് ബൈനറി ഓപ്പറേഷൻ അല്ലേ എന്ന് നിങ്ങൾക്കൊരു സംശയം ചിലപ്പോൾ ഉണ്ടാവാം. നോക്കൂ, അവിടെ നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. ഇവിടെ ഓൺ സെഡ് എന്ന് പറഞ്ഞത് സെഡിൽ എല്ലാ ഇൻറ്റിജേഴ്സും പെടും, അഥവാ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും പെടും. അപ്പോൾ എ മൈനസ് ബി കണ്ടു കഴിഞ്ഞാൽ അതൊരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ഇനി എ സ്റ്റാർ ബി എന്ന ഈ എ മൈനസ് ബി എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണോ കമ്മ്യൂട്ടേറ്റീവ് ആണോ, ഇത് രണ്ടുമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കണം. കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? എ സ്റ്റാർ ബി കണ്ടാലും ബി സ്റ്റാർ എ കണ്ടാലും ഒരേ വാല്യൂ ആണോ നോക്കുക. എ സ്റ്റാർ ബി ആ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് എ സ്റ്റാർ ബി എ മൈനസ് ബി ആണ്. ബി സ്റ്റാർ എ കണ്ടാലോ ബി മൈനസ് എ ആണ്. നോക്കൂ, എ മൈനസ് ബിയും ബി മൈനസ് എയും ഈക്വൽ ആവുമോ? 1 - 2 ചെയ്ത -1 ആണ്, 2 - 1 ചെയ്ത 1 ആണ്. -1ഉം 1 ഈക്വൽ അല്ലല്ലോ. അപ്പോൾ നമുക്ക് എ മൈനസ് ബിയും ബി മൈനസ് എയും ഈക്വൽ ആവില്ല എന്ന് പറയാം. എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ, ദർഫോർ എന്ത് പറയാം? സ്റ്റാർ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. കമ്മ്യൂട്ടേറ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം? എ സ്റ്റാർ ബി ബി സ്റ്റാർ എ ഈക്വൽ ആവണം. ഇനി സ്റ്റാർ അസോസിയേറ്റീവ് ആവുമോ? അസോസിയേറ്റീവ് ആണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യുക? എ സ്റ്റാർ ബി സ്റ്റാർ സി കാണും. എ സ്റ്റാർ ബി സ്റ്റാർ സി കാണുമ്പോൾ എന്ത് വരും? എ സ്റ്റാർ ബി മൈനസ് സി അല്ലേ? ഇനി ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? നോക്കൂ, ഇവിടെ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ആളിൽ നിന്ന് രണ്ടാമത്തെ ആൾ കുറക്കുക. അപ്പൊ എ സ്റ്റാർ ബി മൈനസ് സി എന്ന് പറഞ്ഞാലും അതെന്നെ ചെയ്യേണ്ട. ആദ്യത്തെ ആള് എ മൈനസ് രണ്ടാമത്തെ ആള് ബി മൈനസ് സി. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എ മൈനസ് ഇൻറ്റു ബി മൈനസ് ഇൻറ്റു മൈനസ് സി പ്ലസ് സി, എ മൈനസ് ബി പ്ലസ് സി എന്ന് വരും.
ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി കണ്ടു കഴിഞ്ഞാൽ എന്താ വരിക? എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി കണ്ടാൽ നമുക്ക് എ മൈനസ് ബി വരും. അതേ സ്റ്റാർ സി കാണാം. അപ്പോൾ ആദ്യത്തെ ആള് മൈനസ് രണ്ടാമത്തെ ആൾ. ആദ്യത്തെ ആളാരാ? എ മൈനസ് ബി മൈനസ് രണ്ടാമത്തെ ആൾ. എന്താ ഉത്തരം വരിക? എ മൈനസ് ബി മൈനസ് സി. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല, ഇവിടെ എ മൈനസ് ബി പ്ലസ് സിയും ഇവിടെ എ മൈനസ് ബി മൈനസ് സിയും ആണ്. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ദർഫോർ നമുക്ക് എന്ത് പറയാം? സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ്. സ്റ്റാർ എന്തല്ല? അസോസിയേറ്റീവ് അല്ല. ഇപ്പോൾ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് അല്ല, അസോസിയേറ്റീവ് അല്ല ഒന്നാമത്തെ കേസിൽ. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെ വരിക? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ഓൺ ക്യൂ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് വൺ. ക്യൂ എന്ന സെറ്റ്, ക്യൂ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. ഇവിടെ എ സ്റ്റാർ ബിന്റെ ഡെഫിനിഷൻ എന്താ തന്നത്? എ ബി പ്ലസ് വൺ. അപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ നോക്കാൻ ആണ് ഉള്ളത്. ആദ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കാൻ ആദ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കാൻ എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ആണോ നോക്കിയാൽ മതി. എ സ്റ്റാർ ബി കാണുന്ന സമയത്ത് എ ബി പ്ലസ് വൺ എന്ന് വരും. ബി സ്റ്റാർ എ കാണുന്ന സമയത്ത് നോക്കൂ, എ ബി പ്ലസ് വൺ, ബി സ്റ്റാർ എ ആകുമ്പോൾ ബി എ പ്ലസ് വൺ എന്ന് വരും. ബി എ പ്ലസ് വൺ എന്ന് പറഞ്ഞാലും എ ബി പ്ലസ് വൺ എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? ബി എ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ബി എ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് വൺ തന്നെയാണ്. അപ്പോൾ ബി സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്റ്റാർ ബി ആണെന്ന് നമുക്ക് കിട്ടും. ബി സ്റ്റാർ എ ഈക്വൽ ടു എ സ്റ്റാർ ബി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. അതേപോലെ സ്റ്റാർ അസോസിയേറ്റീവ് ആണെന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ സ്റ്റാർ ബി സ്റ്റാർ സി കാണുക. എ സ്റ്റാർ ബി സ്റ്റാർ സി കാണുമ്പോൾ എ ബി പ്ലസ് വൺ സ്റ്റാർ സി വരും. ഇതെന്ത് ചെയ്യുക? ഇവിടെ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ ആൾ ഇൻറ്റു രണ്ടാമത്തെ ആൾ പ്ലസ് ഒന്ന്. അപ്പോൾ എ ബി പ്ലസ് വൺ സ്റ്റാർ സി ചെയ്താൽ എന്തായിരിക്കും? ആദ്യത്തെ ആൾ എ ബി പ്ലസ് വൺ ഇൻറ്റു രണ്ടാമത്തെ ആൾ ഇൻറ്റു സി പ്ലസ് വൺ എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ബി, ഈ സി അകത്തോട്ട് പോകുമ്പോൾ എ ബി സി, പിന്നെ സി ഇൻറ്റു വൺ സി, പുറത്ത് എന്തുണ്ടാവും? ഒരു പ്ലസ് വൺ. അപ്പോൾ എ ബി സി പ്ലസ് സി പ്ലസ് വൺ എന്ന് വരും. അതേപോലെ തന്നെ നമ്മൾ എ സ്റ്റാർ ബി സ്റ്റാർ സി കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും? എ സ്റ്റാർ ബി സ്റ്റാർ സി കാണുമ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ ബി സി പ്ലസ് വൺ എന്ന് വരും. എ സ്റ്റാർ ബി സി പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആള് ഇൻറ്റു രണ്ടാമത്തെ ആള്. അപ്പോൾ എ ഇൻറ്റു ബി സി പ്ലസ് വൺ പ്ലസ് ഒരു വണ്ണും കൂടി ഉണ്ടാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ ബി സി പ്ലസ് എ പ്ലസ് വൺ. ഇത് രണ്ട് ഈക്വൽ ആണോ? എ ബി സി പ്ലസ് സി പ്ലസ് വണ്ണും ഇവിടെ എ ബി സി പ്ലസ് എ പ്ലസ് വൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്റ്റാർ അസോസിയേറ്റീവ് അല്ല എന്ന് പറയാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ എന്താ? ഓൺ ക്യൂ ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ ബി ബൈ ടു ആണ്. ഇവിടെ റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിലാണ്. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ബൈ ടു ആണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ അസോസിയേറ്റീവ് ആണോ എന്നും കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കണം. കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കാൻ എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും ഈക്വൽ ആണോ നോക്കിയാൽ മതി. എ സ്റ്റാർ ബി കാണുമ്പോൾ എ ഇൻറ്റു ബി ബൈ ടു എന്ന് വരും. ബി സ്റ്റാർ എ കാണുമ്പോൾ ബി ഇൻറ്റു എ ബൈ ടു, അതെന്ത് തന്നെയാണ്? എ ഇൻറ്റു ബി ബൈ ടു തന്നെയാണ്. അഥവാ ബി സ്റ്റാർ എ എന്തിന് ഈക്വൽ ആവും? എ സ്റ്റാർ ബിക്ക് ഈക്വൽ ആവും. ദർഫോർ നമുക്ക് എന്ത് പറയാം? സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണ്. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അതേപോലെ തന്നെ അസോസിയേറ്റീവ് ആണോ നോക്കണം. അസോസിയേറ്റീവ് ആണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യുക? എ സ്റ്റാർ ബി സ്റ്റാർ സി ആദ്യം കാണും. ഇത് കാണുമ്പോൾ എന്ത് വരും? എ ഇൻറ്റു ബി ബൈ ടു സ്റ്റാർ സി എന്ന് വരും അല്ലേ? ഇവിടെ ഈ ബൈനറി ഓപ്പറേഷൻ എങ്ങനെ ചെയ്യുന്നത്? ആദ്യത്തെ ആളിൻ്റെ രണ്ടാമത്തെ ആൾ ബൈ രണ്ടാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഇത് ആദ്യത്തെ ആൾ, ഇത് രണ്ടാമത്തെ ആൾ, അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബൈ രണ്ട് ചെയ്യുക. അതായത് എ ബി ബൈ ടു ഇൻറ്റു സി, അഥവാ എന്ത് വരും? എ ബി സി ബൈ ടു ഹോൾ ബൈ ടു വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എ ഇൻറ്റു ബി ഇൻറ്റു സി ബൈ ഫോർ എന്ന് വരും. ശരിയല്ലേ? അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എ സ്റ്റാർ ബി സ്റ്റാർ സിയും കാണാം. എ സ്റ്റാർ ബി സ്റ്റാർ സി കാണുന്ന സമയത്ത് എ സ്റ്റാർ ആദ്യം ബി സ്റ്റാർ സി ചെയ്യണം. ബി സ്റ്റാർ സി ചെയ്താൽ ബി സി ബൈ ടു വരും. എ സ്റ്റാർ ബി സ്റ്റാർ സി എന്തോ വരും? എ സ്റ്റാർ ബി സി ബൈ ടു. ഇനി ആദ്യത്തെ ആളിൻ്റെ രണ്ടാമത്തെ ആൾ ബൈ രണ്ട് ചെയ്യുമ്പോൾ എ ഇൻറ്റു ബി സി ബൈ ടു
2 എന്ന് വരും. അതായത് എന്ത് വരും? ABC by 2 into 2 4 വരും. ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇതും ABC/4 ആണ്, ഇതും ABC/4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്റ്റാർ അസോസിയേറ്റീവ് ആണെന്ന് പറയാം. സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് എന്ന് പറയാം. അതേപോലെ 4th ക്വസ്റ്റ്യൻ നോക്കൂ. 4th ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ഓൺ Z+ൽ ഡിഫൈൻ ചെയ്തൊരു ഫംഗ്ഷൻ A*B is equal to 2ab. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നോക്കാൻ A*B കാണണം. A*B കാണുന്ന സമയത്ത് 2 ആദ്യത്തെ ആളിൻ്റെ രണ്ടാമത്തെ ആൾ 2ab എന്ന് വരും. അതേപോലെ B*A കാണുന്ന സമയത്തോ, B*A കാണുന്ന സമയത്ത് നമുക്കെന്ത് വരും? ഇതേപോലെ 2ba എന്ന് വരും. അതെന്താണ്? 2ab തന്നെയാണ്. അതിനർത്ഥം അത് A*B ആണ്. അപ്പോൾ നമുക്കെന്ത് പറയാം? therefore സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. അതേപോലെ നമ്മൾ അസോസിയേറ്റീവ് ആണോ നോക്കാൻ എന്ത് ചെയ്യണം? അസോസിയേറ്റീവ് ആണോ നോക്കാൻ A*B C ആദ്യം കാണും. A*B എന്ന് പറഞ്ഞാൽ 2ab C. ശരിയല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇതിൻ്റെ കേസിൽ ആദ്യത്തെ ആളിൻ്റെ രണ്ടാമത്തെ ആൾ അത് 2ൻ്റെ മുകളിൽ എഴുതണം അല്ലേ? അപ്പോൾ ഇവിടെ 2 ആദ്യം ഇടണം. അതിൻ്റെ മുകളിൽ ആദ്യത്തെ ആളിൻ്റെ രണ്ടാമത്തെ ആൾ. ആദ്യത്തെ ആൾ എന്താ? 2ab ഇൻറ്റു രണ്ടാമത്തെ ആൾ C. ഇങ്ങനെയായിരിക്കും A*B C കാണുമ്പോൾ വരിക. അതേപോലെ A*B C കണ്ടു കഴിഞ്ഞാൽ എന്താ വരിക? A*B C കാണുമ്പോൾ 2bc എന്ന് വരും. ശരിയല്ലേ? ഇനി വീണ്ടും 2 ആദ്യത്തെ ആൾ A ഇൻറ്റു രണ്ടാമത്തെ ആൾ 2bc. അപ്പോൾ A ഇൻറ്റു 2bc, ഇവിടെ 2ab ഇൻറ്റു C. ഇത് രണ്ട് ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സിൻസ് A*B C not equal to A*B C, star is not associative. സ്റ്റാർ എന്തല്ല? അസോസിയേറ്റീവ് അല്ല. നോട്ട് അസോസിയേറ്റീവ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5th ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? A*B is equal to A*B. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്ന് നോക്കേണ്ടത്. നമ്മൾ A*B ഇവിടെ കാണുന്ന സമയത്ത് എന്താ വരിക? A*B is equal to A*B എന്ന് വരും. B*A കണ്ടു കഴിഞ്ഞാൽ B*A എന്ന് വരും. A*Bയും B*Aയും ഈക്വൽ അല്ല. കാരണം A*Bയും B*Aയും ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore സ്റ്റാർ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറയാം. സിമിലർലി അസോസിയേറ്റീവ് ആണോ നോക്കണം. അസോസിയേറ്റീവ് ആണോ നോക്കുന്നത് എങ്ങനെയാണ്? A*B C കാണും. A*B C കാണുമ്പോൾ A*B C അത് കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും? ആദ്യത്തെ ആൾ റൈസ്റ്റ് രണ്ടാമത്തെ ആളാണ്. ഇവിടെ ആദ്യത്തെ ആൾ A*B, അത് റൈസ്റ്റ് രണ്ടാമത്തെ ആൾ, ഇങ്ങനെ വരും. ശരിയല്ലേ? ഇനി അതേപോലെ A*B C കാണുമ്പോൾ എന്താ വരിക? A*B C എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളിൻ്റെ രണ്ടാമത്തെ ആൾ, അഥവാ B⁻C എന്ന് വരും. B⁻C. ഇനി ഇവിടെ വീണ്ടും A*B C ചെയ്യുമ്പോൾ ആദ്യത്തെ ആളിൻ്റെ രണ്ടാമത്തെ ആൾ, ആദ്യത്തെ ആൾ A⁻B⁻C എന്ന് വരും. A⁻B⁻C എന്ന് വരും. ഇത് രണ്ടും എന്തല്ല? ഒരേ വാല്യൂ ആണോ? ഇത് രണ്ടും ഈക്വൽ അല്ല. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് 2*3*4 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 2*3*4 എന്ന് പറഞ്ഞാൽ 2*3*4, അഥവാ 2*3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8*4 എന്ന് വരും. 8*4 എന്ന് വരും. ഇനി 2*3*4 ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് ചെയ്താൽ എന്താ വരിക? 3*4 എന്ന് പറഞ്ഞാൽ 3*4 വരിക. അപ്പോൾ 2*3*4 എന്ന് വരും. 3*4 എന്ന് പറഞ്ഞാൽ 81 ആണ്. അപ്പോൾ 2*81 അല്ലെങ്കിൽ 2*81 എന്ന് വരും. അപ്പോൾ ഇത് 8*4 ഇത് 2*81 ആണ്. രണ്ടും ഒരേ വാല്യൂ ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? A*B C not equal to A*B C, therefore star is not associative. സ്റ്റാർ എന്തല്ല? അസോസിയേറ്റീവ് അല്ല എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതേപോലെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? 6th ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഈ ചെയ്ത 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ 6th ക്വസ്റ്റ്യൻ
നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റും.